सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ഇനി നോക്കാം നമുക്ക്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തുമെന്ന് എനിക്കൊന്ന് കാണണം. എന്റെ പത്തിലു, ഈ പഞ്ചിന്റെ പവറ് അവനല്ല എനിക്കാണ്. കണ്ടില്ലേ, കൈ വീങ്ങിപ്പോയത്. അവന്റെ വയറൊരു പാറക്കല്ല് പോലെ ഉണ്ട് പത്തിലു. ഇനിയും അടിക്കാൻ ആഗ്രഹിക്കുന്നോ? 1 2 3 ഗോ. വെള്ളത്തിൽ കിട്ടി. ഇനി ജോണായിരിക്കും ജോൺ തന്നെയായിരിക്കും. എനിക്ക് ഇപ്പോഴും സമാധാനമായത്. ഇനി ബോട്ടുവന്റെ പത്തിലവന്റെ കാര്യം ലെവന്മാര് നോക്കിക്കോളും. നമ്മള് ഫ്രീ ആയി. അവന്മാർക്ക് മുടിഞ്ഞ ശക്തിയാ കേട്ടോ. ഇനി നമുക്ക് അവന്മാരുടെ കൂടെ നിൽക്കാം. അവന്മാരുടെ കൂടെ കൂട്ടുകൂടുകയാണെങ്കിൽ ഈ ജോണായിരിക്കും ഡോൺ. ജോണായിരിക്കും ഡോൺ. ജോൺ ഡോൺ ജോൺ. വിടൂ എന്നെ. ജോൺ ജോൺ ജിങ്ക് ജിക്ക ജിങ്ക് ജിക്ക. എന്റെ സുഹൃത്തിനെ നിങ്ങൾ എന്താ ചെയ്തത്? ഞാനിപ്പോ നിങ്ങളെ. എങ്കിൽ ശരി, ഇത് കണ്ടോ, നീയും നിന്റെ കൂട്ടുകാരനെ പോലെ കറങ്ങ്. ഇന്നാ പിടിച്ചോ. എന്റെ അമ്മോ മോട്ടുപത്തലോ. ചിങ്കം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളെ ദ്രോഹിക്കാൻ ഇവിടെ ആർക്കും ധൈര്യം വരില്ല. ഇനി ഇവരെന്താ ചെയ്യാൻ പോണോ നോക്കട്ടെ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. എന്റെ അമ്മോ, ഇളനീത് എത്ര പെട്ടെന്ന് പൊളിച്ചോ. അതും കണ്ണിന്റെ പവർ കൊണ്ട് മാത്രം. എന്റെ അമ്മോ, എക്സെപ്റ്റ് 1. അയ്യോ, ഈ ഫുർഫുറി നഗരത്തിന് എന്ത് പറ്റി? ഓടാം ഓടാം. ഓരോ ഉറപ്പുമില്ല ഇവര് നമ്മുടെ കൂടെ എന്തൊക്കെ ചെയ്യുന്നു. ആരും ഇവിടുന്ന് എങ്ങോട്ടും പോവരുത്. ആരും തന്നെ ഈ പിങ്കിയെയും പോങ്കിയെയും പാങ്കിയെയും പേടിച്ചുകൊണ്ട് ഈ ഫുർഫുറി നഗരത്തിൽ നിന്ന് പോകാൻ ശ്രമിക്കരുത്. ഞാൻ ഈ 3 എണ്ണത്തിനെയും വീണ്ടും തിരിച്ച് സ്പേസിലേക്ക് പറഞ്ഞയച്ചിട്ട് വരാം. ഇത്ര അടി കിട്ടിയെങ്കിലും നിങ്ങളുടെ ധൈര്യത്തിന് ഒരു കുറവുമില്ല. യു ആർ മോസ്റ്റ് വെൽക്കം. ഹോയ് മോട്ടു, എന്റെ ചങ്ക്, സമൂസ കഴിച്ചാലൊന്നും ഇവന്മാരോട് എതിരിട്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒന്ന് വന്ന് നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാ ബുദ്ധി. ഇല്ല വലിയേട്ടാ, എന്നെ തടയരുത്, തടയരുത്. മോട്ടു ആരെയും എപ്പോഴും പേടിച്ചോടുന്ന ഒരാളല്ല. എന്റെ മോട്ടു സിറ്റുവേഷൻ മനസ്സിലാക്ക്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. വാ, നമുക്ക് ഇവിടുന്ന് പോവാ. അല്ല, എവിടേക്ക് എല്ലാരും പോകുന്നത്? വലിയ
ഞങ്ങൾ ആരാണെന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാം. നിങ്ങൾ ഞങ്ങളുടെ വെൽവിഷർ അല്ലേ? എന്റെ പൊന്നു ചക്കുകളെ, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഈ സംഭവം അങ്ങ് വിടാൻ പോവാ. എന്റെ അമ്മോ, ഞാൻ താഴേക്ക് വീഴും. ഐഡിയ ദേ കണ്ടോ, പിങ്കി എത്ര മനോഹരിയാണ്. പക്ഷെ അവളുടെ മുടി എങ്ങനെയാ വെളുത്തു പോയത്? എന്ത്? എന്റെ മുടി വെളുത്തതാണെന്നോ? ഓ നോ! മുടി കറുത്തതാണല്ലോ, പിന്നെന്താ അവർ വെളുത്തതാണെന്ന് പറഞ്ഞത്? എന്റെ പൊന്നു പങ്ങളെ, അവന്മാരെ വെറുതെ തള്ളിയതല്ലേ, രക്ഷപ്പെടാനുള്ള വഴിയല്ലേ. ആ പത്ലുവിന്റെ ബുദ്ധിയാണിത്. ഈ പുതിയ കുള്ളനേതാ? ജോൺ, ഭൂമിയിലെ വലിയ സംഭവം. അധോലോകം. ആ മോട്ടുവിനെ കൊണ്ട് വലിയ ശല്യമാണതേ. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. അവൻ കാരണം എന്റെ സ്വപ്നങ്ങളൊന്നും അങ്ങ് നടക്കുന്നില്ല. ബോട്ടു പത്തുലൂടെയാണ് വേണ്ടത്. തനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അവരെ എവിടെ കിട്ടും? അതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ. അവന്മാർ എവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാന്നേ. സംഭവമൊക്കെ ശരി, പക്ഷെ എന്റെ ആജ്ഞ പോലെ നടക്കും, കേട്ടല്ലോ. ആജ്ഞയോ? ആജ്ഞ? സോറി, ആജ്ഞയല്ല, അപേക്ഷയാണ്. മലയാളത്തെ കുറച്ച് പിടിപാട് കുറവ് പെങ്ങളെ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. എന്നോട് ക്ഷമിക്കണം പെങ്ങളെ. നിങ്ങൾ 3 പേരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ആ മോട്ടുവിനെ പത്തുവിനെ കാണിച്ചു തരാം. എന്നിട്ട് അവന്മാരുടെ കഥ നിങ്ങൾ കഴിക്കണം. എന്നിട്ട് വേണം എനിക്ക് സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടാൻ. സമ്മതമാണോ? സമ്മതമാണ്. നമ്മളെല്ലാവരും ഇപ്പോ ഈ കാര്യം വളരെ വ്യക്തമായും സ്ഫുടമായും മനസ്സിലാക്കിയിരിക്കുകയാണ്. നമുക്ക് അവനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം അവനോട് കളിക്കാൻ. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്. സൂപ്പർ വില്ലനോട് ഏറ്റുമുട്ടാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ സൂപ്പർ ഹീറോസ് ആക്കിയേ മതിയാകൂ. ആ പവേഴ്സ് ഞങ്ങൾക്ക് തന്നേ മതിയാകൂ. ഓ എന്റെ ചങ്കുകളെ, എനിക്ക് കുറച്ച് സമയം വേണം. എങ്കിൽ ഞാൻ നിങ്ങളെ 2 പേരെയും സൂപ്പർ പവർ ഉള്ളവരാക്കി മാറ്റാൻ ചങ്കുകളെ. നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചോ? പോയി മോട്ടു പത്രോ, നിങ്ങൾ വേഗം ഈ സിഗ്നൽ വഴി പുറത്തേക്ക് ചാടാൻ നോക്കിക്കോ. ലെവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്നേ. ചെല്ലു. എവിടെ പോയി ഒളിച്ചു കിടക്കുക? ഞാൻ പറയാം, പക്ഷെ എന്നെ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാമോ? You are looking so funny. എന്തായാലും ശരി, ഇതെല്ലാം ആ ജഡ്കയുടെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരെ 2 പേരെ ജഡ്ക ഇവിടുന്ന് പുറത്ത് കടത്തിയിട്ടുണ്ട്. അതെന്തായാലും ഉറപ്പ്. എങ്കിൽ വാ, വെളിയിൽ പോയി നമുക്ക് നോക്കാം. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇതേപോലെ ഞാനും പോയേക്കാം. എന്റെ അമ്മോ, ഈ ജോൺ അവരോടൊപ്പം കൂടിയിരിക്കുന്ന വിവരം ഇപ്പൊ തന്നെ നമുക്ക് മോട്ടു പത്ലുവിനെ അറിയിക്കണം. ഹലോ ചിങ്കം സാറേ, ഇനിയും എത്തിയിട്ടില്ലല്ലോ. ഇതെന്താ വഴി അടഞ്ഞു പോയല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഹലോ മോട്ടു പത്ലു, ഒന്നിങ്ങോട്ട് കേറി വന്ന്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ് ഈ ജോൺ. നീ വീണ്ടും ശത്രുക്കളുടെ കൂട്ടത്തിൽ പോയി ചേർന്നു അല്ലേ? ഇന്നോ ബോസ്, നിങ്ങൾ ഉള്ളപ്പോ തന്നെ അവന്മാർ എനിക്കിട്ട് ഇത്ര കിടിയിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇല്ലാത്തപ്പോഴോ? നീ വളരെ തമാശക്കാരനാ. പാൻകേക്ക്, ഇനി നമ്മളെ പിടിക്കാൻ പറ്റില്ല. ഹയ്യാ,
മോട്ടു പത്ലു, നിങ്ങൾ എന്തായാലും വല്ലാത്തവന്മാരാണല്ലോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ പിന്നെയും വന്നോ? നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ഞങ്ങളെ നേരിടാൻ നോക്കി, പക്ഷെ എല്ലായിടത്തും നിങ്ങൾ തോറ്റു. വല്ല പുതിയ അടവുമായി വന്നിരിക്കുകയാണ്. ചെയ്യാനാ മോട്ടു പത്ലുവിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ. ഞങ്ങൾ ഒരിക്കലും തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല ഞങ്ങള്. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് നിങ്ങളുടെ അകത്ത് സൂപ്പർ പവർ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഞങ്ങൾ എല്ലാവരും മനുഷ്യന്മാരാണല്ലോ, അതുകൊണ്ട് ഞങ്ങള് നിങ്ങളുടെ 3 പേരുടെയും ഇന്നർ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. നിങ്ങൾ 3 പേരും ഞങ്ങളുടെ പവർ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? എങ്കിൽ വാ, നമുക്ക് കാണാം. ഫയർ! What is this? മേഡം, ഇതിനെയാണ് സ്ലിപ്പ് ബോംബ് എന്ന് പറയുന്നത്. ആ, ഇത് നിങ്ങൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ മങ്ങിപ്പോകും, പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കെല്ലാം മങ്ങലായിട്ടാ കാണുന്നത്. എനിക്ക് മുന്നിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. പിങ്കി, പോങ്കി, കണ്ണുകൾ അടച്ചു പിടിക്കാൻ പാടില്ല. മോട്ടു പത്ലു, ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ബാങ്കി, മോട്ടു പത്ലുവിന്റെ ഏറ്റുമുട്ടലിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. കാണിക്ക് നിന്റെ പവേഴ്സ് ഒക്കെ. അല്ല, നിനക്ക് നേരെ വണ്ണം നിൽക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. പരിശ്രമിക്കൂ, നിനക്ക് വേണ്ടത്ര പരിശ്രമിച്ചോളൂ. മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. വരൂ, നമുക്ക് അവന്റെ പുറകിൽ പോവാം. വരൂ. പാങ്കി, നീ എവിടേക്കാ ഓടുന്നത്? ഓരോരുത്തർക്കും ഓരോ ദിവസമുണ്ട്. ഇന്നലെ നിന്റെ ദിവസമായിരുന്നു, ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്. ഇന്ന് 3-നെയും ഞങ്ങൾ വിടില്ല, ഒരിക്കലും വിടില്ല. ഓടിക്കോ, എവിടേക്കാ ഓടാൻ പറ്റാന്ന് വെച്ചാ ഓടിക്കോ. മോട്ടു, ഫയർ ചെയ്യേ. ഓ, എന്റെ ചങ്ക്, എന്റെ ബ്രോ, പത്ലുവിന്റെ ഐഡിയ വർക്കൗട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. മോട്ടു പത്ലു ശരിക്കും ഒരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചു. ഇവരാണ് നമ്മുടെ ഈ നഗരത്തിന്റെ സേവിയർ. മോട്ടു പത്ലു, നിങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു ശക്തിയെക്കാളും ബുദ്ധിയാണ് വലുതെന്ന്. കൊള്ളാം, കൊള്ളാം. താങ്ക് യു ബോക്സർ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മോട്ടു, ഇതിന് യാതൊരു സംശയവുമില്ല. അതായത് നിങ്ങൾ ഇന്ന് വളരെ ധൈര്യത്തോടെ ഈ ജോലി ചെയ്തു തീർത്തിരിക്കുന്നു. വെൽ ഡൺ. വിജയിക്കട്ടെ, മോട്ടു പത്ലു വിജയിക്കട്ടെ, മോട്ടു പത്ലു വിജയിക്കട്ടെ. പൊളിച്ചെടുത്തല്ലോ. അതെ, ഇവർക്ക് 3 പേർക്കും ബോധം വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അവര് ചെയിന് പൊട്ടിക്കാതെ നോക്കിക്കൊള്ളാം. അതെന്തായാലും നടക്കില്ല ചങ്കെ. ഇത് ഞാൻ സ്പെഷ്യൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക ഉണ്ടാക്കിയ സ്പെഷ്യൽ ചങ്ങലപ്പോ പൊട്ടിത്തെറിക്കുന്ന തോന്നുന്നത്. മോട്ടു പത്ലു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്ക്, സൈഡിലേക്ക് മാറി നിൽക്ക്.
എല്ലാരും ഇവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാവേ. ജീവ വേണമെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, ഓടി. അല്ല, ഒന്ന് നിന്ന് എങ്ങോട്ടായി ഓടി പോണേ? അല്ല ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്നേ. എവിടെ നേരെ ഓടി രക്ഷപ്പെടും? ഓടിക്കോ എന്റെ അമ്മോ, ചേട്ടാ. എവിടേക്കായി ഓടുന്നത്? വേണ്ട, വിടൂ വിടൂ. ഹലോ മോട്ടു പത്ലു, എവിടേക്കായി ഓടുന്നത്? ഈ കാണുന്ന കളികളൊക്കെ നിങ്ങൾ കാരണമല്ലേ നടക്കുന്നത്? പിങ്കി, ഇവന്മാരെ കൊണ്ടുപോ. ഹലോ മോട്ടു പത്ലു, നിങ്ങളുടെ ഈ പുതിയ കൂട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇനി ഞങ്ങൾ ഈ ലോകം പിടിച്ചടക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെയായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളല്ല ഹീറോസ്, ഞങ്ങളാണ് സൂപ്പർ ഹീറോസ് അല്ല, നിങ്ങൾ സൂപ്പർ വില്ലന്മാരാണ്. മര്യാദയ്ക്ക് പോയിക്കോ ഇവിടുന്ന്. എന്റെ തിളപ്പിനി മാറിയിട്ടില്ലല്ലേ? ഞങ്ങളുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുന്നത് വരെ നീ ഈ കൂട്ടിനകത്ത് തന്നെയായിരിക്കും. മനസ്സിലായോ? ഈ ക്യാപ്സൂൾ കൂട്ടിനകത്തായിരിക്കും നീ. എല്ലാവരും തന്നെ ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നവരാണ്. അംഗീകരിക്കാത്തവരൊക്കെ തന്നെ അതിന്റെ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കൂട്ടിനകത്ത് കുറച്ചു നാൾ കിടക്ക്. ഇനി ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. മോട്ടും പത്രും കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മളുടെ മനസ്സിനത്ര ബലം പോരാ. ആർക്കും വേണമെങ്കിൽ നമ്മളെ നിഷ്പ്രയാസം ജയിക്കാനാകും. അതുകൊണ്ട് നമ്മുടെ അകവും ഇതുപോലെ ശക്തിയാർജിക്കണം. പിങ്കി, പോക്കി, റെഡി? വരൂ, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലോകത്തില് സൂപ്പർ വില്ലൻ ഫ്രം മാർസ് ഒരു കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ രാജ്യമാണോ ഇവന് സഹായം നിഷേധിക്കുന്നത് അവരെയൊക്കെ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ കാണൂ നശീകരണത്തിന്റെ കാഴ്ച. ലോകം മുഴുവനും നമ്മുടെ കൈകളിലായിരിക്കുന്നു. നമ്മൾ എവിടെയാണോ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കുന്നത് അവിടെ ഒരുത്തനും നമ്മളെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കരുത്. ഡയമണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തിളക്കമുള്ള ഡയമണ്ട്. വലിച്ചെടുക്ക. ജോൺ, ഗുഡ് വർക്ക്. താങ്ക് യു ബോസ്, താങ്ക് യു. ഇനി പോയി നോക്കൂ ആ മോട്ടും പത്രും എന്താണ് ചെയ്യുന്നതെന്ന്. അവന്മാരുടെ വിൽ പവർ നശിപ്പിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യേ. ശരി ബോസേ. നിൽക്കൂ ബോസ്, ഞാൻ വരുന്നു. ആ വിഡ്ഢികൾ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ബോംബ് നമ്മൾ നശിപ്പിക്കുമെന്ന്. വിവരം കെട്ടവന്മാർ. ഓ എന്റെ മക്കള്, ഇത് നിങ്ങൾ കുറങ്ങാനുള്ള സമയമാണ്. അങ്ങനെ തന്നെ വെക്കടാ വെടി. കൊള്ളാം, അടിപൊളി. ടൺ ടണ ടൺ. Hey, open the door.
പൊളിച്ചെടുത്തല്ല. ഈ വെടിക്കെട്ട് വെച്ചോണ്ട് ഇവരൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഫയർ ചെയ്തോളൂ. നിങ്ങൾക്ക് മോട്ടു പത്രുവിനെ വിടുവിക്കാൻ പറ്റില്ല. തോൽവി സമ്മതിക്ക്, എന്നിട്ട് നിങ്ങളുടെ തല താഴെ കുനിക്ക്. ഓ എന്റെ ചങ്ക്, ഇവർ കൊടുക്കുന്ന ശക്തിയാ കേട്ടോ. നിങ്ങൾക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കുക. ഇനി നിങ്ങൾക്കെതിരെ ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ വരത്തില്ല. ഇത്തവണയെങ്കിലും ഒന്ന് ക്ഷമിക്കുക. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, പിങ്കി പാങ്കി പോങ്കി വിജയിക്കട്ടെ. പിങ്കി പാങ്കി പോങ്കി വിജയിക്കട്ടെ. Watch India's largest kids library only on Jio Hotstar. Download the app now.